ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ബ്രെഡ് കേക്കിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണിത്. പിന്നെ ഇതിനു മുമ്പ് ഇതേ രീതിയിൽ മധുരമുള്ള ഒരു ബ്രെഡ് കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പിന്നെ ഈ ഒരു വെജിറ്റബിൾ ഫില്ലിങ്സിന് പകരം നമുക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ വെച്ചിട്ടൊക്കെ ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ടും ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യുള്ളൂ. ബ്രെഡ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ അതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാന്, നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണക്ക് പകരം ഏതോ വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല. ഇനി വഴറ്റിയെടുക്കാൻ വേണ്ടി ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, പിന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക് ഇവയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ എണ്ണയിലേക്ക് സവാള അരിഞ്ഞത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഫില്ലിങ്സ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും അളവ് കൂട്ടി കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കാരണം കിഴങ്ങും ക്യാരറ്റും ഉള്ളത് കാരണം അത്യാവശ്യം വേവ് ഉണ്ടാവും. അപ്പോൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റും കിഴങ്ങും ഹാഫ് വേവായാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കിഴങ്ങും ക്യാരറ്റൊക്കെ വെന്ത് പൊടികളൊക്കെ അതിൽ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 6 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഒരു പേക്ക് ബ്രെഡ് അതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് കേക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ അത്യാവശ്യം കുഴിയുള്ള ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം പാനിൽ നിരത്തി വെച്ച് കൊടുക്കാം. പാനിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് സൈഡിലൊക്കെ ബ്രെഡ് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം. പാനിൻ്റെ താഴ്ഭാഗം ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സൈഡിലും ബ്രെഡ് പകുതിയായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസിൻ്റെ മിക്സ് ഉൾഭാഗത്ത് ഇട്ട് കൊടുക്കാം. ഫില്ലിങ്സ് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ നിരത്തി വെച്ച് കൊടുക്കാം.
കാരണം ഫില്ലിങ്സ് കടിക്കുമ്പോഴാണ് ആ ഒരു ബ്രെഡ് കേക്കിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗവും നേരത്തെ ചെയ്ത പോലെ ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് കവർ ചെയ്ത് വെക്കാം. പിന്നെ ബാക്കി വരുന്ന മുട്ടയുടെ കൂട്ട് സൈഡിലൂടെ ആയിട്ട് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പാച്ചിൽ വെച്ചിട്ടോ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയും ചെയ്യാം. ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 20-25 മിനിറ്റ് വേവിച്ചെടുക്കാം. പിന്നെ പാനിൻ്റെ താഴ്ഭാഗത്ത് ഒരു പഴയ അലൂമിനിയത്തിൻ്റെ എന്തെങ്കിലും അടപ്പുണ്ടെങ്കിൽ വെച്ചാൽ അടി പിടിക്കാതിരിക്കാൻ നന്നായിരിക്കും. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. എന്നിട്ട് മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ മുകൾ ഭാഗം ഒന്ന് കളർ മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രൈങ് പാനിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.